ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പാട്ട് ബ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിൽ അടവെച്ച് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ്. ഞാനിവിടെ ഒരു 11 കോഴിമുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാം ചത്തു പോവുകയാണ് ചെയ്തത്. കാരണം ഈ കോഴിയെ വെച്ച സമയത്ത് അവസാന ഘട്ടത്തിൽ കോഴിക്ക് കോഴിപ്പാനൊക്കെ വന്നിരുന്നു. കോഴിപ്പാന് കൊടുക്കാനുള്ള മരുന്നുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള എഫക്റ്റുകൾ ബാധിച്ച് പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം അത് വെള്ളത്തിൽ ഒഴിച്ച് കോഴിയെ പിടിച്ച് വെള്ളത്തിൽ മുക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വളരെ ആ സമയങ്ങളിൽ പ്രയാസമാണ്, ചെറിയ കുട്ടികളായതുകൊണ്ട്. അങ്ങനെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചത്തു പോവുകയാണ് ചെയ്തത്. ബാക്കിയുള്ളത് ഇനി 3 പിള്ളേരുണ്ട്. അപ്പോൾ 3 പിള്ളേരെ ഞാൻ ഇന്നലെ നല്ല വെയിലുള്ള സമയത്തൊന്ന് ഇറക്കി നോക്കുകയാണ് ചെയ്തത്. വെയിലൊക്കെ ഇവർക്ക് കൊള്ളിക്കണം കേട്ടോ. അപ്പം അങ്ങനെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറക്കിയത്. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിൻ്റെ ശേഷം ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ശരിക്കും ഞാൻ മണ്ണിലേക്കൊക്കെ ഇറക്കാറുള്ളത്. അപ്പോൾ നേരത്തെ മണ്ണിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അറ്റുങ്ങൾക്ക് വിരശല്യമൊക്കെ പിടിക്കാനുള്ള സാധ്യത, പല അസുഖങ്ങളും അതുപോലെ തന്നെ പിടിപെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ 15 ദിവസമൊക്കെ കഴിഞ്ഞ് മണ്ണിലേക്ക് ഇറക്കും. അപ്പോൾ അതുവരെ സാധാ കൂട്ടിൽ തന്നെ ഇട്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും അതുപോലെ തന്നെ വെള്ളങ്ങളൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ വെള്ളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പാത്രങ്ങൾ ഡെയിലി നല്ല ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കൊടുക്കേണ്ടത്. കാരണം അതിലെന്തെങ്കിലും പൊടികളും മറ്റുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തന്നെ പെട്ടെന്ന് അസുഖം വന്ന് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളായ സമയത്ത് നല്ല അവരെ കെയർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അസുഖം വന്ന് നമുക്ക് ആ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് അട വെച്ച് വിരിയിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഞാൻ വിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ ചെറിയ വീഡിയോകളുമായിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം.